ഈ മത്തി, അയില തുടങ്ങിയ മീനുകളൊക്കെ മേടിക്കുമ്പോൾ വെറുതെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് അങ്ങ് മുരിച്ചെടുത്താൽ പോരാ, അങ്ങനെ വറുത്തെടുത്താൽ പോരാ. ഈ രീതിയിലൊന്ന് വറുത്തെടുക്കണം. എന്ത് രുചിയാണെന്നോ. ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ തള്ളൊന്നും അല്ല കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ തന്നെ പറയാം, സെറ്റാണ്, പൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പിടി ചുവന്നുള്ളി, ഒരു 10-20 ചുവന്നുള്ളിയോളം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10-20 കാന്താരി മുളക് എരിവിന് ആവശ്യമുള്ളത്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തു. ഇത് നമ്മുടെ മീനിലേക്ക് തട്ടിക്കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇനി അതിലേക്ക് പൊടി വേണോ വേണ്ടയോ എന്നൊക്കെ. നന്നായിട്ട് മീനിൽ മസാല പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ മസാല വേണം. അപ്പം നമ്മൾ അതിലേക്ക് ഒരു 2-3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല ഇതുവരെ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കാത്തവരൊന്ന് ചേർത്ത് നോക്കൂ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് അതിൻ്റെ. കുറച്ച് ചേർത്താൽ മതി, ഒരു 1/2 ടീസ്പൂണോളം ചേർത്താൽ മതി. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശകലം വെള്ളം കൂടെ സ്പ്രേ ചെയ്യുന്നുണ്ട്, എന്നിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതെല്ലാ മീനിലും നന്നായിട്ട് ആ മസാല പുരണ്ട് വരില്ല. അപ്പം നമ്മൾ ഓരോരോ മീനുകളായിട്ട് എടുത്തിട്ട് മസാല കൈവച്ച് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മീൻ കിട്ടും. ഇതുപോലെ ഓരോരോ മീനുകളായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചെടുത്തു. എല്ലാ മീനിലും നന്നായിട്ട് മസാല പൊതിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തണേ. എല്ലാ മീനും നമ്മൾ നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് വെച്ചു. ഇനി നമുക്കിത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ പൊരിക്കാവൂ. അപ്പം ഇതിലേക്ക് എല്ലാ മസാലയും നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ മീനുകളായിട്ട് ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ അകത്തുനിന്ന് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് മീനിൽ തന്നെ പിടിച്ച് അങ്ങനെ ഇരുന്നോളും. ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെക്കാനും മറക്കരുത് കേട്ടോ. കുറഞ്ഞ തീയിലിട്ട് നന്നായിട്ട് 2 വശവും മുരിച്ചെടുക്കുക. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ സാവധാനം മറിച്ചിടുക. രണ്ടാമത്തെ വശവും മുരിഞ്ഞ് സെറ്റായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ എല്ലാ മീനും നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ വശം കൂടെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ അതാ 2 വശവും നന്നായി മുരിഞ്ഞ് വന്നു. അതിൽ കിടക്കുന്ന മസാലകളൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരോ മീനായിട്ട് കോരിയെടുക്കാം. ഒരു തരി മസാല കളയണ്ട കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഓരോ പൊടിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല അടിപൊളി മത്തി ഫ്രൈ ആണ്. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.